നമസ്കാരം. ഇന്ന് മാർച്ച് 3 അപ്പം ഞാനത് പാലോട്ടോണത്തോട്ട് പോകാം. കാരണം ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസമാണ്. അപ്പം ഇന്ന് പൊങ്കാലയ്ക്ക് പോകാൻ പറ്റാത്തവരെല്ലാവരും കൂടെ ഇന്ന് പാലോട്ട് ഓണത്ത് ഇന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അതൊന്ന് കാണാൻ പോകും. സമയം ഇപ്പം തന്നെ 10:40. നല്ല ലേറ്റായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ സ്പീഡിൽ വെക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ലേറ്റായി. അവിടെ എല്ലാം ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ താഴോട്ട് പോകണം. ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങി പോകണം. താഴെയാണ് എല്ലാം ചെയ്ത് വയ്ക്കുന്നത്. കോടി പറന്നേ ഇവിടെ പൊങ്കാല കഴിച്ചൊരു ഫുഡുണ്ട്. അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും പൊങ്കാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അടച്ചു വെച്ചേക്കുന്നു. ഇനി മറ്റേ പോറ്റി വരണമെന്ന് തോന്നണം. അതിന് വേണ്ടിയുള്ള സെറ്റപ്പ്. ഞങ്ങൾ തിരിച്ച് മേളിൽ കയറി വന്നു. അവിടെ ഇനി ഭയങ്കര അവാർഡ്. അവിടെ ഇനി പോറ്റി വരണം. പോറ്റി വന്ന് മറ്റേ വെള്ളമൊക്കെ തിളച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുവരെ പിന്നെ അവിടെ ഒന്നും ചെയ്യാമല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി വന്നു. ഇനി നമ്മൾ വേണ്ട താഴെ ഫുഡ് കഴിക്കാൻ പോകണം. അവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ അതിനെ അമ്മേനെ കൊണ്ടാക്കണം. അമ്മേനെ കൊണ്ടാക്കിയിട്ട് ഇനി തിരിച്ച് വരും. വീട്ടിലെത്തി പോകാൻ പോകണം. ഞാൻ അമ്മയൊക്കെ പോകാൻ പോകണം. അവന് പെറ്റിന് സൈക്കിൾ മേടിക്കാൻ വേണ്ടിയാണ് തന്നത്. ഷോക്കപ്സർ ഉള്ളത് ഉണ്ടോ? അല്ല, ഷോക്കപ്സർ ഉള്ളത് അത് നോക്കാം. ഇതിന്റെ എമൗണ്ട് എത്ര? പറ്റുവനെ കൊണ്ട്. ഇവിടെ ഇതിപ്പോ ഡിസ്ക് ഐറ്റം ആണ്. ഇതൊക്കെ 9 സംതിങ് ആണ് പറയണത്. ഇത് കറക്റ്റാണ്. ഞാൻ പണ്ട് 7-ലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്നാണ് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അത് എന്ത് ഹിപ്പോ എന്നാണ് ഒരു ബ്രാൻഡ് പണ്ടുണ്ടായിരുന്നത്. അതിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. കുറേ വർഷമായി ഈ കട ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. പെറ്റിന് സൈക്കിൾ എന്തായാലും മേടിച്ച് ഒരു സാധനം മേടിച്ച്. ഇപ്പം എന്താ അതിനകത്തായിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാക്കാൻ പോയിരുന്നു. ഇതാണ് അവൻ്റെ സൈക്കിൾ. എവിടത്തിലാകുമ്പോൾ ഡിസ്ക് ബ്രേക്കൊക്കെ ഉണ്ട്. പിന്നെ ഷോക്കപ്സറുണ്ട്. ഇതങ്ങ് എടുത്ത് ഫ്രീ ആണ്. ബെല്ലൊക്കെ ഫ്രീ ആണ്. ഇപ്പം ഇതിൻ്റെ കൂടെ മേടിച്ച് പമ്പാണ്. അപ്പം ഇറക്കം അടിക്കാൻ വേണ്ടി എന്തായാലും ഇനി വേറെ ഷോപ്പിലോട്ട് പോകണ്ടല്ലോ. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരെണ്ണം മേടിച്ച്. പിന്നെ ബെല്ലും ലോക്കും ഫ്രീ ആണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വെസ്പേര മോഡലായ ചെറിയ ക്യൂട്ട് വണ്ടി ലൈറ്റൊക്കെ ആണ്. ഓട്ടോ വന്ന് ഞാൻ സൈക്ലിങ് എടുത്തോണ്ട് വരണം. പറ്റി അനാതിരിക്കുമല്ലോ. എന്റെ ഫ്രണ്ടാ വന്നത്. എന്റെ ബാക്കിൽ വന്നതാണ്. ഞാൻ പമ്പ് കടയിൽ നിന്ന് പമ്പ് എടുക്കാൻ മറന്നുപോയി. ഇനി പമ്പ് പോയി എടുക്കണം. അതിനെ പോയിട്ട് കിട്ടി പമ്പ് കിട്ടി. ഞാൻ അടുത്ത് പുറത്താണ് വെച്ചിട്ട് പോയത്. അത് അവരെടുത്ത് അകത്ത് വെച്ചായിരുന്നു. പൊട്ടിക്ക് ചെരുപ്പിടണ്ടേ. അതാണ് ബെറ്റിൻ്റെ സൈക്കിള് മേടിച്ചു. 7,350 രൂപയായി എല്ലാം കൂടെ.
ഇപ്പോഴത്തെ സൈക്കിളിന്റെ മോഡൽ നോക്കിയാൽ നമുക്ക് പണ്ട് ഈ മോഡലേ ഇല്ല. പണ്ട് നമുക്ക് ഇവിടെ ഒരു കൊമ്പൊക്കെ ആയിരുന്നു. കൊമ്പ് കയറി വൺ സെറ്റപ്പ് ഡിസ്ക് ബ്രേക്കൊക്കെ നമുക്ക് ഒരു ഇതായിരുന്നു, ഡ്രീം ആയിരുന്നു. ഓടിക്ക് ഓടിക്ക് ഓടിക്കുന്നുണ്ട് ഓടിക്ക്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ബെറ്റിനും കൂടെ പൂച്ചകളെല്ലാത്തിനും അകത്താക്കിയിട്ടുണ്ട്. ഞങ്ങളവിടെ കഴിക്കാണ്ട് സഹൽ മന്തിയിലാണ് വന്നത്. ഇവിടെ വെഞ്ഞാറമൂട്. ഇവിടെ എങ്ങും ആളില്ലാത്തത് കാരണം അവിടെ റോഡ് ക്രോസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അതാണ് പിന്നെ ഇവിടെ വണ്ടിയെ തിരക്കൊന്നുമില്ലാത്തത്. പക്ഷെ വരുന്ന വഴിക്ക് നല്ല തിരക്കുണ്ടാകും. സഹറ മന്തിയിൽ ഞങ്ങളൊരു അഫ്ഗാനി മന്തി വാങ്ങിച്ചു. അതൊരു ഹാഫ് മേടിച്ചിട്ടുണ്ട്. വിത്ത് റൈസ് വരുമ്പോൾ 500 ഉണ്ടോ? നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. എടുത്തോ. ഇതാണ് അഫ്ഗാനി ചിക്കൻ. ഇപ്പോൾ പെപ്സി കൊണ്ടുവന്ന പക്ഷേ തണുപ്പില്ലെന്നാണ് അറിയാം. പ്രോബ്ലം ഇല്ല. നമ്മൾ ഫുഡ് കഴിച്ചതിന് 565 രൂപയായി. പ്ലസ് GST ആണത്. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വെഞ്ഞാറമൂട് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ ഒരു കടയിൽ വന്നു. എനിക്ക് ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വൈഫൈ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ വന്നു. ഞങ്ങൾ ഇനി കഴക്കൂട്ടത്തോട്ട് പോവുകയാണ്. ഇതെന്താ ബോബ പറ്റുമെങ്കിൽ സെയിൽ ചെയ്യണം. ഏതെങ്കിലും കടയിൽ കയറി വേണമെന്ന് ചോദിക്കണം. പിന്നെ നമുക്ക് ഒരു നൈറ്റ് ഒരു പടം ഉണ്ട് 9:30. അപ്പോൾ അതിനോട് കയറി. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇവിടെ കഴക്കൂട്ടത്താണ്. ഞങ്ങളിവിടെ ബോബയുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എല്ലാവരും നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേറെ കടയിലോട്ട് പോവുകയാണ്. ഓക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഫുഡ് വേണ്ട, അവന് ഫുഡ് കഴിക്കാൻ വേണ്ടി. എൻ്റെ ഫാമിലി ആയാണ്. നമ്മൾ ലുലുവിൻ്റെ ഇപ്പുറത്തെ ഒരു തട്ടുകടയിലാണ് നിൽക്കുന്നത്. ഇവിടെ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയയില്ല. ഞങ്ങൾ ലുലുവിനുള്ളിൽ കയറി. ഞങ്ങളിന്ന് അവതാർ മറ്റേ ലാസ്റ്റ് ഇറങ്ങി ഇവിടെ എന്തോ ആശാൻ ഫയറോ അങ്ങനെ അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. 4 എത്ര രൂപ കണക്റ്റാ? കണക്റ്റ് കയറണം. ഞങ്ങളിവിടെ കടയിലത്തേക്ക് വേണ്ടി സ്റ്റെബിലൈസർ നോക്കി. പക്ഷേ അത് എന്താണ്, സ്റ്റെബിലൈസർ ആണോ ഇൻവെർട്ടർ ആണോ വേണ്ടതെന്ന് നോക്കി നമ്മൾ സർവീസ് സെൻ്ററിൽ അവിടെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കുന്നു. ഞങ്ങളിപ്പോൾ ഇനി തിയേറ്ററിനകത്തോട്ട് കയറാൻ പോകണം. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അവന്മാരെ ഇനി തപ്പണം. അവരെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. ക്ലാസ് അടങ്ങട കണ്ണാടി ഒമ്പൂ തീ.
ഫയർ ആൻഡ് ആഷ് പടം കണ്ടു. പടത്തിന്റെ റിവ്യൂ എല്ലാവർക്കും അറിയാന്നുള്ള നമ്മള് പിന്നെ 4 days എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ് പോയതാണ്. കൊള്ളായിരുന്നു, നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പടത്തിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചൊന്നും പറയല്ല. നമ്മളിനിയിപ്പോ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോണം. സമയം ഇപ്പം നല്ല ലേറ്റായി, 1:30 കഴിഞ്ഞു. ഞങ്ങളാണ്ട മലബാർ ബൈറ്റ്സിൽ നിന്ന് ചായ കുടിക്കുകയാണ്. പടം കണ്ട എൻ്റെ എക്സ്പീരിയൻസിന് കണ്ണ എക്സ്പീരിയൻസ് ആണോ? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സിനിമ സ്ക്രിപ്റ്റ് വൈസ് ആയാലും പഴയതുപോലെ തന്നെ, ഒരു ടെക്നിക്കലി വിഷ്വലി എല്ലാം ടോപ്പ് നോച്ചാണ്. 4 days ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത്രയും പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് അത്ര ബ്രില്യൻ്റായിട്ടൊന്നും തോന്നിയില്ല. ടെക്നിക്കലി നമുക്ക് ആസ്വദിച്ച് അറിയുന്ന പോലെ തന്നെ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും രണ്ടിനും വട്ടം വയ്ക്കൊരു പടം ഇനി ഇറങ്ങത്തില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് സ്ക്രിപ്റ്റ് ആയാലും സ്റ്റോറി വൈസായാലും കണ്ടത് തന്നെയാണ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അബവ് ആവറേജ് പടം. ചായ കുടിച്ചു, വീട്ടിലെത്തി. 2:15 കഴിഞ്ഞ സമയം. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി കിടക്കണം, ഉറങ്ങണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.